മലയാളികൾക്ക് നന്നായി അറിയുന്ന ഒരു താരമാണ് നടി വീണ നായർ. കഴിഞ്ഞ ദിവസമായിരുന്നു നടി വീണ നായർ 2020 മത്സരിക്കുന്നു എന്നറിഞ്ഞത്. ഇനിയിപ്പോൾ ഇലക്ഷന്റെ കാലമായതുകൊണ്ട് തന്നെ വാർത്തകളെല്ലാം ഇലക്ഷനെ സംബന്ധിച്ചുള്ളത് തന്നെ ആയിരിക്കും. ഒരുപാട് താരങ്ങളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ അവർ ഇലക്ഷന് പങ്കെടുക്കുന്നുവെന്ന് അറിയിച്ചത്. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു വീണ നായരും. എന്നാൽ ആ സങ്കട വാർത്ത വീണയാണ് ഇപ്പോൾ പങ്കുവച്ചെത്തുന്നത്. ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല. ഇതായിരുന്നു വീണയുടെ ആദ്യ പ്രതികരണം. പൊളിറ്റിക്കൽ പ്രഷർ ഉള്ളതുകൊണ്ടായിരിക്കും പലരും എന്നെ സഹായിക്കാതെ പോയത്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ ഇനി ഞാൻ ഒന്നിനുമില്ല, അതെനിക്ക് മനസ്സിലായി. ഇനി അടുത്ത വട്ടം നോക്കാം. ഇനി എത്ര ശ്രമിച്ചാലും സമയപരിധിക്കുള്ളിൽ തന്നെ എനിക്കത് ചെയ്തു തീർക്കാനാകില്ല. അതാണ് ഒരു യഥാർത്ഥ സത്യം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് വീണയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. വീണ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നടക്കമുള്ളത് പ്രേക്ഷകർ ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റുമാനൂരിൽ G20 സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ച് വീണ നായർ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് എത്തിയത് എന്ന് പറയണം. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതാണ് കാരണമെന്നും പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുന്നില്ലെന്നും വീണ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് എത്തിയത്. വീഡിയോയിലൂടെയാണ് താരം ഇതറിയിച്ചത്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2020 NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഞാൻ എന്ന് പറയുകയായിരുന്നു. വീണ നായർ വീഡിയോയിലൂടെയാണ് ഇത് പ്രതികരിച്ചത്, എത്തിയതും അതിനെക്കുറിച്ച് സംസാരിച്ചതും. വളരെ ഖേദത്തോടെ കൂടി ഞാനൊരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. എന്നെ അറിയാവുന്ന, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ ഈ വാർത്ത അറിയിക്കണം. ഇതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറയാം. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ എത്തിയത്. 2020യുടെ ആൾക്കാരെയും BJPയുടെ ആൾക്കാരെയും കണ്ടതുമെല്ലാം. അപ്പോഴാണ് അറിഞ്ഞത് വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്താൻ കൊടുത്തിട്ട് അത് അപ്രൂവൽ ആയിട്ടില്ല എന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. മത്സരിക്കാൻ തീരുമാനിച്ച ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അതിനുള്ള സമയപരിധി 15-ാം തീയതി വരെ മാത്രമായിരുന്നുവെന്നും വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൃത്യമായി ഞാൻ അറിയുന്നത് ഇന്നാണ് എന്നാണ് വീണ പറയുന്നത്. ഇതിനു മുന്നേ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ഇന്നലെ വൈകിട്ട് വരെ BLO അടക്കം എല്ലാവരും വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അഡ്രസ്സിൽ ഒരു ചേഞ്ച് സംഭവിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ ശേഷം വീണ്ടും എല്ലാം ആദ്യം മുതൽ ഞാൻ ചെയ്തിരുന്നു. അതിനിടയിൽ വന്ന കറക്ഷനിടയിലാണ് പ്രശ്നം വന്നത്. കാര്യങ്ങൾ ചെയ്യാൻ കാലതാമസം എടുത്തു. മാറ്റങ്ങൾ വരുത്താൻ കൊടുത്താൽ കഴിഞ്ഞാൽ 7 ദിവസത്തോളം പ്രോസസ്സിംഗ് സമയമെടുക്കും. അങ്ങനെ തന്നെ നോക്കുമ്പോൾ 23-ാം തീയതിയാകും. നോമിനേഷൻ കൊടുക്കേണ്ട തീയതി കടന്നു പോകും. അതുകൊണ്ട് തന്നെ നോമിനേഷൻ കൊടുത്താലും തള്ളിപ്പോകും. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഞാനിപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് നിൽക്കുന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല. പൊളിറ്റിക്കൽ പ്രഷർ കാരണം തന്നെ ആയിരിക്കും അവർക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനാകാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്നും ഇതെല്ലാവരും അറിയണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹമെന്നും വീണ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.